भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. ബാലം മുകുന്ദം മനസാ ഭജാമി. ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്നലെ 700 ദിവസങ്ങൾ പൂർത്തിയായി. ഇന്ന് 7ാമത്തെ മാസത്തിലെ 7ാമത്തെ ദിവസം. നാം 701ാമത്തെ ആ ദിവസത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ശ്രീമദ് ഭാഗവതം 82ാമത്തെ അധ്യായത്തിൽ 31ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ഇവിടെ ഭഗവത് ദർശന മാഹാത്മ്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ദർശനം ജന്മസാഫല്യമാണ് എന്ന് ആ വൃഷ്ണികളുടെ അടുത്ത് സമന്തപഞ്ചക തീർത്ഥക്കരയിലെത്തിയ ആളുകൾ പറയുന്നിടത്താണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. ശിശുബ്രഹ്മർഷി പറയുകയാണ്, നന്ദസ്തത്രയദൂൻ പ്രാപ്താൻ ജ്ഞാത്വാ കൃഷ്ണപുരോഗമാൻ തത്രാഗമദ്വൃതോ ഗോപൈരനസ്ഥാർദ്ധൈർദിദൃക്ഷയാ. കൃഷ്ണപുരോഗമാൻ, കൃഷ്ണനോടുകൂടിയ യദൂൻ, യദുക്കളെ തത്ര പ്രാപ്താൻ ജ്ഞാത്വ, അവിടെ വന്നിട്ടുണ്ട് എന്നറിഞ്ഞിട്ട് നന്ദഗോപർ അനസ്ഥാർത്ഥൈ, ശകടത്തിൽ സാമാനങ്ങളോട് കൂടിയ ഗോപന്മാരാൽ വൃത ചുറ്റപ്പെട്ടവനായി ദിദൃക്ഷയാ തത്ര ആഗമൽ, കണ്ണനെ കാണാനായിട്ട് നന്ദഗോപര് ഗോപന്മാരോടുകൂടി ശ്രീകൃഷ്ണ സന്നിധിയിലേക്ക് വന്നു. 12 വയസ്സിൽ കണ്ണൻ മധുരയിലേക്ക് പോകുന്നതാണ്. ഇപ്പം ഇതാ വീണ്ടും ഒരു ദർശനത്തിനുള്ള സൗഭാഗ്യം വന്നിരിക്കുന്നു. തം ദൃഷ്ട്വാ വൃഷ്ണയോ ഹൃഷ്ടാസ്തന്വപ്രാണമിവോദ്ധിത പരിഷസ്വജിരേ ഗാഢം ചിരദർശനകാതരാ. തം ദൃഷ്ട്വാ, ആ നന്ദനെ കണ്ടപ്പോൾ ഹൃഷ്ടാ വൃഷ്ണയ, സന്തോഷിച്ച വൃഷ്ണികൾ, തന്വഹ പ്രാണമിവ, ശരീരത്തിൽ പ്രാണൻ എന്നതുപോലെ, ഉദ്ധിത എഴുന്നേറ്റിട്ട്, ചിരദർശനകാതര, കണ്ടിട്ട് കുറേ കാലമായി, അതുകൊണ്ട് തന്നെ ദുഃഖിതരായിരിക്കുന്ന അവർ, ഗാഠം പരിഷസ്വജിരേ, വളരെ മുറുകെ കെട്ടിപ്പിടിച്ചു എന്ന് പറയുന്നു. കുറേ കാലമായി കാണാൻ ആഗ്രഹിക്കുന്നതാണ്. ആ ദുഃഖം അന്യോന്യം പ്രകാശിപ്പിച്ചും കൊണ്ട് അവര്
ദാ ഗാഠം പുണർന്നു, മാറത്തുണ്മയോടു ചേർത്തു ഗാഠം പുണർന്നു. വസുദേവ പരിഷ്വജ്യ സംപ്രീത പ്രേമ വിഹ്വല സ്മരൻ കംസകൃതാൻ ക്ലേശാൻ പുത്രന്യാസം ച ഗോകുലേ. കംസകൃതാൻ, കംസനാൽ ചെയ്യപ്പെട്ട ക്ലേശങ്ങളെ, ദുഃഖങ്ങളെ, ഗോകുലത്തിൽ പുത്രന്യാസം ച, പുത്രനെ സൂക്ഷിക്കാനാക്കിയതൊക്കെ സ്മരൻ, ആലോചിച്ചിട്ട്, വസുദേവ, വസുദേവര് പരിഷ്വജ്യ, നന്ദഗോപരെ ആലിംഗനം ചെയ്തിട്ട്, സംപ്രീത പ്രേമവിഹ്വല ബഭൂവ, ഏറ്റവും സന്തോഷമുള്ളവനും സ്നേഹപരവശനുമായി മാറി എന്നാണ്. ദേവർ നന്ദഗോപരെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. ഓർമ്മ വന്നു പഴയ കാര്യങ്ങളൊക്കെ, കംസനെ പേടിച്ചതും അവിടെ നിന്ന് ഈ ഉണ്ണികളെ അവിടെ നന്ദഗോപരുടെ ഗൃഹത്തിൽ കൊണ്ടാക്കിയതും ഒക്കെ ആലോചിച്ച് സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി നന്ദഗോപരെ കെട്ടിപ്പിടിച്ചു. കൃഷ്ണരാമോ പരിഷ്വജ്യ പിതരാവഭിവാദ്യ ച ന കിഞ്ചിനോചതു പ്രേംണ സാശ്രുകണ്ഠോ കുരുദ്വഹ. ഹേ കുരുദ്വഹ, കുരുശ്രേഷ്ഠനായിരിക്കുന്ന പരീക്ഷത്തെ, കൃഷ്ണരാമന്മാരെ, ശ്രീകൃഷ്ണനും ബലരാമന്മാരും പിതരവും, മാതാപിതാക്കളെ, യശോദയെയും നന്ദഗോപരെയും പരിഷ്വജ്യ, ആലിംഗനം ചെയ്തിട്ട്, അഭിവാദ്യച, നമസ്കരിച്ചിട്ട്, പ്രേംണ സാശ്രുകണ്ഠവും, പ്രേമം കൊണ്ട് അശ്രുകണ്ഠത്തോടു കൂടിയവരായി, കണ്ണ് നിറഞ്ഞൊഴുകയും കണ്ഠം ആ വാക്കുകൾ പുറത്തു വരാതെ മുറിയുകയും ചെയ്തപ്പോൾ കിഞ്ചന അല്പവും നവൂചതു, ഒന്നും പറഞ്ഞില്ല എന്നാണ്. യശോദയെയും നന്ദഗോപരെയും ആലിംഗനം ചെയ്തു, നമസ്കരിച്ചു. കണ്ണിൽ വെള്ളം നിറഞ്ഞു, ഇടനെഞ്ചു പൊട്ടുന്നത് പോലെയാണ്. ഒന്നും സംസാരിക്കാൻ സാധിക്കാതെ കപടമാനുഷവേഷം കെട്ടിയാടുന്ന ഭഗവാൻ തൊഴുകൈകളുമായി അച്ഛനമ്മമാരുടെ മുമ്പിൽ അങ്ങനെ നിന്നു. തവാത്മാസനമാരോപ്യ ബാഹുഭ്യാം പരിരഭ്യ ച യശോദാ ച മഹാഭാഗാ സുതൗ വിജഹതുശുച. മഹാഭാഗ, മഹാഭാഗ്യശാലിനിയായ യശോദ അല്ലേ, യശോദാ നന്ദപത്നി ച, ആ നന്ദപത്നി എത്രയാണ് ഭാഗ്യം ചെയ്തത് അല്ലേ. അങ്ങനെ ആ യശോദയും തൗ, ആ രണ്ട് മക്കളെയും ആത്മാസനം, അവരുടെ ആ മടിയിലേക്ക് കയറ്റിയിരുത്തിയിട്ട്, ബാഹുഭ്യാം പരിരഭ്യച, കൈകൊണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച്, ശുച വിജഹതു, കണ്ണീർത്തുള്ളികൾ ഒഴുക്കി എന്നാണ്. സന്തോഷ ബാഷ്പജലം, ഹർഷ അശ്രുബിന്ദുക്കൾ, ഹരിയെയും രാമനെയും രണ്ടു മടിയിൽ ഇങ്ങനെ ചേർത്തിരുത്തി കെട്ടിപ്പിടിച്ച് കണ്ണീരൊലിപ്പിച്ചും കൊണ്ടിരിക്കുന്ന യശോദയുടെ അതിഗംഭീരമായൊരു ചിത്രം ഭാഗവതകാരൻ എന്താ നമുക്ക് വരച്ചു കാണിച്ചു തരുന്നു. രോഹിണീ ദേവകീ ചാധ പരിഷ്വജ്യവ്രതേശ്വരിം സ്മരന്ധ്യൗ തൽകൃതാം മൈത്രിം ബാഷ്പകണ്ഠ്യൗ സമൂചതു. രോഹിണി ദേവകി രണ്ടുപേരും വ്രതേശ്വരി ആ യശോദാമ്മയെ പരിഷ്വജ്യ കെട്ടിപ്പിടിച്ചു. എന്നിട്ടോ ആ മൈത്രിയെ ഇങ്ങനെ ആലോചിച്ച്, തൽകൃതാം മൈത്രിയും സ്മരന്ധ്യവും, അതാലോചിച്ച്, ബാഷ്പകണ്ഠ്യവും, കണ്ഠത്തിൽ ബാഷ്പത്തോടു കൂടിയവർ എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ നിറഞ്ഞ മിഴിയും മുറിഞ്ഞ മൊഴിയും, അങ്ങനെ കെട്ടിപ്പിടിച്ചിങ്ങനെ നിന്നു. ഒന്നും പറയാൻ സാധിക്കണില്ല, തൊണ്ട ഇങ്ങനെ ഇടറുന്നുണ്ട്. പറഞ്ഞു, കാ വിസ്മരേ തവാം മൈത്രീം അനിവൃത്താം വ്രതേശ്വരി അവാപ്യൈപ്യന്ദ്രമൈശ്വര്യം യസ്യാനേഹ പ്രതിക്രിയ. ഇവിടെ വ്രതേശ്വരി, വ്രജനായികെ, യശോദേ, അനിവൃത്താം, നശിക്കാത്തതായ വാം മൈത്രിയും, നിങ്ങളുടെ മൈത്രിയെ, കാ വിസ്മരേത, ആർക്കാണ് മറക്കാൻ സാധിക്കുക? ഐന്ദ്രം ഐശ്വരം അവാപ്യ അപി, ഇന്ദ്രനെ സംബന്ധിച്ച അല്ലെങ്കിൽ സ്വർഗലോകം, ആ ഐശ്വര്യത്തെ പ്രാപിച്ചിട്ടും യസ്യ ഇഹ എന്ന പ്രതിക്രിയ, ഇതിന് മറ്റൊരു പ്രതിക്രിയ ഇല്ല എന്നാണ്. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല, മറക്കുകയില്ല. നമ്മൾ എത്ര കാലം അകന്നിരുന്നാലും എത്ര കാലം കാണാതിരുന്നാലും ഈ മൈത്രി നശിക്കില്ല കേട്ടോ. നോക്കൂ, ഇന്ദ്രനുള്ള ഐശ്വര്യം, സ്വർഗലോകം കിട്ടിയാൽ പോലും നിങ്ങൾ ചെയ്ത ആ ഉപകാരത്തിന് പകരം പറയാൻ, പകരം എന്തെങ്കിലും ചെയ്യാൻ ഞങ്ങൾ അശക്തരാണ്. അത്രയും മഹത്തായ ഉപകാരമാണ് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത്. ഏതാവദൃഷ്ടപിതരൗ യുവയോ സ്മപിത്രോ സംപ്രീണനാഭ്യുദയ പോഷണപാലനാനി
പ്രാപ്യോഷതുർഭവതി പക്ഷ്മഹയദ്വദക്ഷ്ണോർന്യസ്താവകുത്ര ച ഭയൗ ന സതാം പരസ്വ. ഭവതി പൂജ്യയായിരിക്കുന്ന യശോദേ, അദൃഷ്ടപിതരോ കാണപ്പെടാത്ത പിതാക്കന്മാരോടുകൂടിയ ഏതോ ഈ രണ്ടുപേർ യുവയോ നിങ്ങളിൽ ന്യസ്തൗ സമർപ്പിക്കപ്പെട്ടവരായി, അക്ഷ്ണൗ കണ്ണുകളുടെ, പക്ഷ്മ യദ്വൽ പോളകൾ പോലെ ഇരിക്കുന്ന, പിത്രോ പിതാക്കന്മാരായ നിങ്ങളിൽ നിന്ന് സംപ്രീണനാഭ്യുദയ പോഷണ പാലനാനി. സംപ്രീണനം, അഭ്യുദയം, പോഷണം, പാലനം ഇതൊക്കെ പ്രാപിച്ചിട്ട് അകുത്രാഭയവും ഊഷതു ഒരിടത്തും ഭയമില്ലാതെ നിർഭയരായി അവര് ജീവിച്ചില്ലേ. സതാം സ്വ പര ന. സജ്ജനങ്ങൾക്ക് തൻ്റെ കുട്ടി വേറൊരാളുടെ കുട്ടി അങ്ങനെയുള്ള ആ വ്യത്യാസമില്ലല്ലോ. അതാണ് അവർക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെ കാണാത്തവരായി ആ കുട്ടിക്കാലത്ത് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കപ്പെട്ടവരാണ്. മാതാപിതാക്കളായിട്ടുള്ള നിങ്ങൾ കൺമിഴികളെ കൺപോള രക്ഷിക്കുന്നത് പോലെ ഈ കൺമണികളെ നിങ്ങൾ കാത്തു രക്ഷിച്ചില്ലേ അത്രയും കാലം. അതോ ഒരിക്കലും ഭയമില്ലാതെ ജാതകർമാദി കാലോചിതമായിട്ടുള്ള സംസ്കാര കർമ്മങ്ങളൊക്കെ വേണ്ടതുപോലെ ചെയ്ത് അഭ്യുദയം വർദ്ധിപ്പിച്ച് മുലപ്പാൽ കൊടുത്ത് ദേഹത്തെ പോഷിപ്പിച്ച് എവിടെയെങ്കിലും പേടിയുണ്ടായാൽ അതിനെയൊക്കെ ദൃഷ്ടി വെച്ച് പേടി കൂടാതെ സംരക്ഷിച്ച് സുഖമായി വളർന്നു. സജ്ജനങ്ങളുടെ സ്വഭാവമാണ്. നിങ്ങളെപ്പോലുള്ള ആളുകളിൽ ഈ സ്വഭാവം ഉണ്ടായതിൽ അത്ഭുതമില്ല. കാരണം സജ്ജനങ്ങൾക്ക് താനെന്നും തൻ്റേതെന്നും അല്ലെങ്കിൽ അന്യൻ്റേത് എന്നുള്ള ചിന്തയില്ല, ഭേദബുദ്ധിയില്ല. അതുകൊണ്ട് ലോകത്തിന് ഗുരുഭൂതരാണ് നിങ്ങൾ. ഞങ്ങളെങ്ങനെയാണ് മറക്കുക? ഈ ഉപകാരത്തിന് എന്ത് പ്രതിക്രിയ ചെയ്താലും അധികമാവില്ല എന്ന് പറയുന്നു. ശ്രീശുഖ ബ്രഹ്മർഷി പറയുകയാണ്, ഗോപ്യശ്ച കൃഷ്ണമുപലഭ്യ ചിരാദഭീഷ്ടം യൽ പ്രേക്ഷണേ ദൃശിഷു പക്ഷ്മകൃതം ശപന്തി ദൃഗ്ഭിർഹൃദീകൃതമലം പരിരഭ്യ സർവാസ്തദ്ഭാവമാപുരപി നിത്യയുജാം ദുരാപം. ഗോപ്യഃ ച ഗോപികളോ അഭീഷ്ടം കൃഷ്ണം ചിരാത് ഉപലഭ്യ. അത്യന്തം ഇഷ്ടപ്പെട്ട ആ ശ്രീകൃഷ്ണനെ വളരെ കാലം കഴിഞ്ഞ് കണ്ടപ്പോൾ യൽ പ്രേക്ഷണേ ഭഗവാന്റെ ആ പ്രേക്ഷണത്തിൽ ദൃശിഷു പക്ഷ്മകൃതം ശപന്തി. ഭഗവാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ നിമീലനം കണ്ണുകൾ ഇങ്ങനെ അടയും. ആ അടയ്ക്കുന്ന ദേവനെ ശപിച്ചു വരെന്നാണ്. കൺപോളകൾ അടയാതിരിക്കണം. ഭഗവാനെ നിർനിമേഷരായി നോക്കുകയാണ്. ദൃഗ്ഭി കണ്ണുകൾ കൊണ്ട് ഹൃദീകൃതം പരിരഭ്യ ഹൃദയത്തിലേക്കാക്കി അങ്ങനെ കെട്ടിപ്പിടിച്ചു അവര്. സർവാഗോപ്യ എല്ലാ ഗോപികളും നിത്യയുജാം എപ്പോഴും ചേർന്നിരിക്കുന്നവർക്ക് കൂടി ദുരാപം പ്രാപിക്കാൻ കഴിയാത്ത തദ്ഭാവം ആപു ആ കൃഷ്ണഭാവത്തിലേക്ക് അവർക്ക് എത്തിയെന്നാണ്. ഭഗവാന്റെ രൂപത്തെ കണ്ണുകളിലൂടെ കരളിനകത്തേക്ക് ചേർത്ത് വെച്ച് അവർ ദൃഢമായി ആലിംഗനം ചെയ്തു. ഭഗവാനെ പിരിയാതിരിക്കുന്ന യോഗീശ്വരന്മാർക്ക് പോലും ആ തന്മയീഭാവത്തിലേക്ക് എത്താൻ പലപ്പോഴും സാധിക്കാറില്ല. ഇത് അവർക്ക് സാധിച്ചു. പരമാനന്ദാനുഭൂതിയുടെ പരമകാഷ്ഠയിലേക്ക് പരമഭക്തകളായിരിക്കുന്ന ഗോപികമാര് പ്രവേശിച്ചു കഴിഞ്ഞു എന്നാണ്. ഭഗവാംസ്തസ്തഥാഭൂത വിവിക്ത ഉപസംഗത ആശ്ലിഷ്യാനാമയം പൃഷ്ട്വാ പ്രഹസന്നിധമബ്രവീൽ തഥാഭൂത. അങ്ങനെ മാറിയ അവരെ ഭഗവാൻ ശ്രീകൃഷ്ണൻ വിവിക്തേ ഉപസംഗത ഏകാന്തത്തിൽ സംഗമിച്ചിട്ട് ആശ്ലിഷ്യ അവരെയൊക്കെ ആലിംഗനം ചെയ്ത് അനാമയം പൃഷ്ടുവ സൗഖ്യമൊക്കെ ചോദിച്ച് പ്രഹസൻ ഇതം അബ്രവീൽ ചിരിച്ചും കൊണ്ട് പുഞ്ചിരിച്ചും കൊണ്ട് പ്രകർഷേണ ഹസിക്ക പ്രഹസൻ ഭഗവാൻ അവരോട് പറയുകയാണ്. അപിസ്മരധ ന സഖ്യ സ്വാനാമർത്ഥ ചികീർഷയ ഗതാംശ്ചിരായിതാൻ ശത്രു പക്ഷക്ഷപണ ചേതസ. സഖികളെ സഖ്യ സ്വാനാം അർത്ഥചികീർഷയ സ്വജനങ്ങളുടെ ആവശ്യം നടത്താനുള്ള ആഗ്രഹം കൊണ്ട് ശത്രുപക്ഷക്ഷപണ ചേതസ ശത്രുപക്ഷത്തെ നശിപ്പിക്കാൻ മനസ്സുവെച്ച ഗതാൻ ഗമിച്ചവരും ചിരായിതാൻ വളരെ കാലതാമസം വരുത്തിയവരുമായ ഞങ്ങളെ അപിസ്മരധ ഞങ്ങളെ കണ്ടിട്ട് കുറേ കാലമായി ഇല്ലേ? കാരണം ഞങ്ങൾ ഇവിടെ മധുരയിലുള്ള ആളുകളുടെ സൗഖ്യം നടത്താനും അതേപോലെ ശത്രുക്കളെ സംഹരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്.
അപ്പം ഇത്രയും കാലം താമസിക്കേണ്ടതായിട്ട് വന്നു നിങ്ങളെ ഒന്ന് കാണാൻ. അങ്ങനെ ഇത്രയും കാലം കാണാതിരുന്ന ഞങ്ങളെ നിങ്ങളിപ്പോൾ ഓർക്കാറുണ്ടോ? അകൃതജ്ഞാവിശങ്കയാ, കൃതജ്ഞന്മാരല്ല എന്ന് നിശ്ചയത്തോടുകൂടി ഞങ്ങളെ അപി അവധ്യായഥ, നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടോ? ഭൂതാനി, പ്രാണികളെ ഭഗവാൻ യുനക്തി വിയുനക്തിച്ച, യോജിപ്പിക്കണു വേർപെടുത്തുന്നു. ഇത് ശരിയല്ലേ? ഭഗവാൻ തന്നെയാണ് ശ്രീകൃഷ്ണനെങ്കിലും ഭഗവാൻ ലോകത്തിൻ്റെ രീതിയെ പറയുകയാണ്. ഞങ്ങൾ ഉപകാരസ്മരണയില്ലാത്തവരാണ് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? ഞങ്ങളെങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ടോ? അങ്ങനെ ഒരിക്കലും വിചാരിക്കരുതേ. പ്രാണികളെ യോജിപ്പിക്കുന്നതും അവരെ അകറ്റുന്നതും ഒക്കെ ഈശ്വരലീലയാണ്. അവരുടെ ഇഷ്ടം പോലെ ചേരാനും പിരിയാനൊന്നും പറ്റില്ല. ഈശ്വരൻ ചേരണമെന്ന് വിചാരിച്ചാൽ ചേരും, ഈശ്വരൻ ചേരരുത് എന്ന് കരുതിയാൽ ഒരു നിലയ്ക്കും ചേരില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ ചെയ്ത ഉപകാരങ്ങൾ മറന്നിട്ടല്ല നിങ്ങളെ കാണാൻ ഞാൻ വരാതിരുന്നത്, മറിച്ച് എനിക്കിവിടെ ഒരുപാട് ബദ്ധപ്പാടുകൾ വന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഏതുപോലെ വായുർയഥാഘനാനീകം തൃണം തൂലം രജാംസി ച സംയോജ്യ ക്ഷിപതേ ഭൂയസ്തഥാ ഭൂതാനി ഭൂതകൃൽ. ഘനാനീകം തുലം മേഘസമൂഹം, തുലം എന്ന് പറഞ്ഞാൽ പഞ്ഞി, തൃണം പുല്ല്, രജാംസിച്ച പൊടികൾ, ഇതിനെയൊക്കെ വായുയഥ കാറ്റ് എങ്ങനെയാണോ അതേപോലെ ഭൂതകൃത്ത് എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഈശ്വരൻ ഭൂതാനി ഭൂതങ്ങളെ സംയോജ്യ ഭൂയ ആക്ഷിപത, ആദ്യം യോജിപ്പിക്കും, പിന്നെ അതിനെ വേർപെടുത്തും. മേഘങ്ങളും പുല്ലും പഞ്ഞിയും പൊടികളും ഒക്കെ അങ്ങനെയാണ്. കാറ്റിൻ്റെ ആ ശക്തിക്കനുസരിച്ച് ചിലപ്പോൾ ചേരും, ചിലപ്പോൾ അകന്നു പോവും. ഇതേപോലെ ലോകസൃഷ്ടാവായിരിക്കുന്ന ഭഗവാൻ ഭൂതകൃത്ത് നമ്മളെ ഓരോരുത്തരെയും യോജിപ്പിക്കണു, പിന്നീട് നമ്മളെയൊക്കെ അകറ്റുകയും ചെയ്യുന്നു. മയി ഭക്തിർഹി ഭൂതാനാമൃതത്വായ കൽപ്പതേ ദിഷ്ട്യായ ദാസിന്മത്സ്നേഹോ ഭവതീനാം മദാപന. ഭൂതാനാം മയി ഭക്തി അമൃതത്വായ കൽപ്പതേ. ജനങ്ങൾക്ക്, ഭൂതങ്ങൾക്ക്, പ്രാണികൾക്ക്, ജീവന് എന്നിലുള്ള ഭക്തി മോക്ഷത്തിന്, അമൃതത്വത്തിലേക്ക് എത്താൻ, അമരത്വത്തിലേക്ക് എത്താൻ കാരണമായിട്ട് തീർന്നു. ഭവതീനാം മദാപന, ഭവതികൾക്ക് എന്നെ പ്രാപിപ്പിക്കുന്ന ആ സ്നേഹം, എന്നിലുള്ള സ്നേഹം ആസീതിയത്ത് ഉണ്ടായി. അത് ഏറ്റവും ഭദ്രമാണ്, മംഗളകരമാണ്, പരമശോഭനമാണ്. പ്രാണികൾക്ക് എന്നിൽ പരമപ്രേമം ഉണ്ടായാൽ അവർക്ക് ജന്മാതിരഹിതമായ മോക്ഷത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഭാഗ്യവശാൽ നിങ്ങൾക്ക് ആ അനുരാഗം എൻ്റെ അടുത്ത് ഉണ്ടായി. ഇത് വളരെ നന്നായി. അഹം ഹി സർവഭൂതാനാമാതിരന്തോന്തരം ബഹി ഭൗതികാനാം യഥാഘം വാർഭൂർവായുർജ്യോതിരംഗന. അങ്കന അല്ലയോ സ്ത്രീകളെ, ഭൗതികാനാം ഭൗതികങ്ങളുടെ ഘം ആകാശം, വാ ജലം, വായു വായു, ഭൂമി ഭൂമി, ജ്യോതി തേജസ്, ഇവ പോലെ യഥാ സർവഭൂതാനാം എല്ലാ ജീവനും ആദ്യ അന്തഃ അന്തരം ബഹി അഹം ഹി, എല്ലാത്തിൻ്റെയും ആദ്യവും അവസാനവും അകത്തും പുറത്തും ഒക്കെ ഞാൻ തന്നെയാണ് എന്നാണ്. സ്നേഹം കൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് എന്നിലേക്ക് ചേരുന്നത് എന്നാണെങ്കിൽ, സകല ജീവന്റെയും ആരംഭവും അവസാനവും ആദ്യന്തങ്ങൾ അതേപോലെ അകത്തും പുറത്തും ഞാൻ തന്നെയാണ്. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ ശരീരം സകലതും. അപ്പോൾ ആകാശം, ജലം, വായു, ഭൂമി, അഗ്നി ഇതൊക്കെ തന്നെ പഞ്ചഭൂതങ്ങൾ ദേഹാദിരൂപേണ പരിണമിക്കാൻ കാരണം ഞാനാണ്. ഞാനില്ലെങ്കിൽ ഇത് വെറും ശവമായി തീരും. അപ്പം അതുകൊണ്ട് കാര്യങ്ങളിൽ നിരന്തരം വ്യാപിച്ചിരിക്കുന്ന ഞാൻ പരിച്ഛിന്നനല്ല, എങ്ങും നിറഞ്ഞിരിക്കുന്നവനാണ്. എന്നെ കൂടാതെ അന്യമായിട്ട് ലോകത്തിൽ ഒന്നും തന്നെയില്ല. മനസ്സിലാക്കിക്കോളൂ. ഏവം ഹേതാനി ഭൂതാനി ഭൂതേഷ്വാത്മാത്മനാ തഥാ ഉഭയം മയ്യപി പരേ പശ്യതാഭാതമക്ഷരേ. ഏവം ഏതാനി ഭൂതാനി, ഇങ്ങനെ എല്ലാ ജീവനും ഭൂതേഷു ഭൂതങ്ങളിൽ വർത്തിക്കുന്നു. ജീവാത്മാവോ സ്വരൂപം കൊണ്ട് തഥാ
അതിൽ വ്യാപ്തനായിട്ടിരിക്കുന്നു. രണ്ടും അക്ഷരേ നാശരഹിതനും പരേ പരമകാരണവുമായിരിക്കുന്ന എന്നിൽ ആഭാതം പ്രകാശിക്കുന്നു, കണ്ടോളൂ എന്നാണ്. ഇപ്പൊ സത്യത്തിൽ ഭൂതവർഗങ്ങൾ 4 തരത്തിലുണ്ട് എന്നാണ്. അണ്ഡജം, സ്വേദജം, ജരായുജം, ഉദ്ഭിജം, ഇങ്ങനെ 4 തരത്തിലാണ്. ഇപ്പൊ സർവവ്യാപകമായിരിക്കുന്ന ആത്മാവിൽ ഭൂതങ്ങളിരിക്കുന്നു. ഇത്രമാത്രം കൊണ്ട് എങ്ങനെ അങ്ങയെ സ്നേഹിക്കുന്ന ഞങ്ങൾ അങ്ങയെ പ്രാപിക്കുന്നത് എന്നാണെങ്കിൽ പറയുകയാണ്, ചതുർവിധ ഭൂതഗ്രാമങ്ങൾ നേരത്തെ പറഞ്ഞുല്ലോ, ആകാശാദി പഞ്ചഭൂതങ്ങളിൽ ആദിമധ്യാന്ത സ്വരൂപേണ വർത്തിക്കുന്നു. ആ പഞ്ചഭൂതങ്ങൾ അവയുടെ ഭോക്താവായി ജീവാത്മാവിൽ വർത്തിക്കുന്നു. ആ ജീവാത്മാക്കളും ആ ഭൂതങ്ങളുടെ ചിജ്ജടാത്മകമായിരിക്കുന്ന ലോകം സർവവ്യാപകനായിരിക്കുന്ന എന്നിൽ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് സർവകാരണമായിരിക്കുന്ന എന്നെ സ്നേഹിക്കുന്നവൻ എന്നെ തന്നെ പ്രാപിക്കും എന്നുള്ളത് പരമാർത്ഥമാണ്. ഭഗവാൻ അവിടെ പറഞ്ഞു നിർത്തി. ശ്രീ സുബ്രഹ്മണ്യ പറയുക, അധ്യാത്മശിക്ഷയാ ഗോപ്യ ഏവം കൃഷ്ണേന ശിക്ഷിത തദനുസ്മരണധ്വസ്ത ജീവകോശാസ്തമധ്യഗൻ. ഇങ്ങനെ കൃഷ്ണേന അധ്യാത്മശിക്ഷയാ ശിക്ഷിത, ഇങ്ങനെ ശ്രീകൃഷ്ണനാൽ ആത്മോപദേശം കൊണ്ട് ബോധിക്കപ്പെട്ട ഗോപികമാര് തദനുസ്മരണധ്വസ്ത ജീവകോശ, ഭഗവാന്റെ അനുസ്മരണം കൊണ്ട് ധ്വംസിക്കപ്പെട്ട ജീവാച്ഛാദനത്തോടു കൂടിയവരായി തം അധ്യഗൻ, ഭഗവാനെ പ്രാപിച്ചു. എങ്ങനെ? കൃഷ്ണനെ ധ്യാനിച്ച് ഭഗവാന്റെ സ്വരൂപത്തെ ഹൃദയത്തിൽ ധരിക്കാൻ അവർക്ക് സാധിച്ചു. ഭഗവാന്റെ ആത്മോപദേശം ഇതാണ് നമ്മൾ കേട്ടത്. അവിടെ ഗോപികമാര് പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കണത്? നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ട മഹാമന്ത്രം, മഹാശ്ലോകമാണ് ഇത്. ആഹുശ്ചതേ നളിനനാഭ പദാരവിന്ദം യോഗേശ്വരൈർഹൃദി വിചിന്യമഗാധബോധൈ സംസാരകൂപപതിതോത്തരണാവലംബം ഗേഹം ജുഷാമപി മനസ്സുതിയാൽ സദാന. നളിനനാഭ, താമരയുടെ സ്ഥാനമായ നാഭിയോടുകൂടിയവൻ, പത്മനാഭൻ. അല്ലയോ ഭഗവാനെ, അഗാധബോധൈ, അഗാധമായ ബോധത്തോടുകൂടി യോഗേശ്വരന്മാരാൽ ഹൃദി വിചിന്യം, ഹൃദയത്തിൽ വിചിന്തനം ചെയ്യാൻ യോഗ്യമായിരിക്കുന്ന സംസാരകൂപപതിതോത്തരണാവലംബം, സംസാരമാകുന്ന കിണറ്റിൽ വീണ ആളുകൾക്ക് ആ മുകളിലേക്ക് കയറാനുള്ള ആശ്രയമായിരിക്കുന്ന, അവലംബമായിരിക്കുന്ന തേ പദാരവിന്ദം, അവിടുത്തെ ആ പാദാരവിന്ദങ്ങൾ, പാദപത്മങ്ങൾ ഗേഹഞ്ജുഷാമപി, ഗൃഹധർമ്മത്തെ ആശ്രയിക്കുന്നവരാണ്, ഗൃഹസ്ഥാശ്രമികളാണെങ്കിലും ന മനസ്സി, ഞങ്ങളുടെ മനസ്സിൽ സദാ ഉദിയാൽ, എപ്പോഴും ഉദിക്കണേ ആഹൂച എന്ന് പറയുകയും ചെയ്തു എന്നാണ്. ചിജ്ജടാത്മകമായി ലോകത്തെ പരിശോധിച്ച് അറിയേണ്ടത് അറിഞ്ഞിരിക്കുന്ന ആളുകളാണ് യോഗീശ്വരന്മാർ. അങ്ങനെയുള്ള അവരുടെ ഹൃദയത്തിൽ അവർ എപ്പോഴും ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന, സംസാരമാകുന്ന പൊട്ടക്കിണറ്റിൽ വീണ ആളുകൾക്ക് മുകളിലേക്ക് കയറി വരാനുള്ള ഏകാവലംബമായൊരു കോണി പോലെ ഇരിക്കുന്ന തവ പാദാരവിന്ദം, അങ്ങയുടെ പാദകമലം. അത് ഞങ്ങൾ ഗൃഹസ്ഥാശ്രമികളാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഭർത്താവ്, മക്കള്, അച്ഛൻ, അമ്മ, ഇങ്ങനെ സംസാര ബന്ധങ്ങൾ ഒരുപാടുണ്ട്. എങ്കിലും ഞങ്ങളുടെ മനസ്സിൽ എന്നെന്നും ആ പാദാരവിന്ദങ്ങൾ കാണാറാവണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഭഗവൻ മുഖാരവിന്ദത്തിൽ നിന്നും അനുഗ്രഹം സിദ്ധിച്ച, വാക്കുകളാകുന്ന അനുഗ്രഹം സിദ്ധിച്ച മുഖാരവിന്ദത്തിൽ നിന്ന് കിട്ടിയ അനുഗ്രഹം ആ പാദാരവിന്ദങ്ങളെ ആശ്രയിക്കാനുള്ള അനുഭവമായി ഗോപികമാർക്ക് മാറി എന്ന് പറയുന്നിടത്താണ് ദശമസ്കന്ധം ഉത്തരാർദ്ധത്തിൽ വൃഷ്ണീഗോപ സംഗമം എന്ന 82ാമത്തെ അധ്യായം അവിടെ സമർപ്പിക്കുന്നത്. നാളെ 83ാമത്തെ അധ്യായം, അതിൽ ഭഗവാന്റെ കല്യാണകഥകൾ, കല്യാണിമാരായിരിക്കുന്ന ഭഗവൽ പത്നിമാര്, അവരുടെ അടുത്ത് ഈ സമന്തപഞ്ചക തീർത്ഥക്കരയിൽ വെച്ച് ദ്രൗപദി ചോദിക്കുകയാണ്,
ഓരോരുത്തരോടും പ്രത്യേകം പ്രത്യേകം നിങ്ങളെ എങ്ങനെയാണ് ഭഗവാൻ വിവാഹം ചെയ്തത്, ആ വിവാഹകഥ ഒന്ന് പറഞ്ഞു തരൂ, എല്ലാവരും കേൾക്കട്ടെ. രുക്മിണി തുടങ്ങിയവരുടെ വിവാഹ കഥകളൊക്കെ വളരെ പ്രസിദ്ധമാണ്, പലരും കേട്ടിട്ടുണ്ട്. എങ്കിലും എല്ലാവരും അവരവരെ ഭഗവാൻ വിവാഹം ചെയ്ത കഥ, ആ ഭഗവാന്റെ നല്ല പാതിയാകാൻ സാധിച്ച കഥ ഒന്ന് പറഞ്ഞു തരണേ എന്ന് ദ്രൗപദി അവരോട് അഭ്യർത്ഥിക്കുന്നു. ആ അഭ്യർത്ഥന സ്വീകരിച്ച് രുക്മിണി, സത്യഭാമ, ജാംബവതി, കാളിന്തി, മിത്രവിന്ദ, സത്യ, അതേപോലെ ഭദ്ര, ലക്ഷ്മണ എന്നിവരും നരകാസുരന്റെ കൊട്ടാരത്തിൽ നിന്ന് ഭഗവാൻ രക്ഷിച്ചു കൊണ്ടുവന്ന ആ 16,100 സ്ത്രീകളും ആ കഥകൾ വർണ്ണിക്കുകയാണ്. ഇതാണ് നമുക്ക് നാളെ അനുസ്മരിക്കാനുള്ളത്. ഇപ്പോൾ ഈ അക്ഷരപ്പൂക്കൾ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ
ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദരരൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.